അസ്സലാമു അലൈക്കും. എന്തെല്ലാം വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയാണല്ലോ അല്ലേ? ഞാനിപ്പോൾ കാലിക്കറ്റുള്ള റെയിൽവേ സ്റ്റേഷനിലാണ് കേട്ടോ. നമ്മുടെ കൊച്ചിയിലേക്കാട്ടോ പോകുന്നത്. അവിടെ ഒരു ബിഗസ്റ്റ് ഒരു മേക്കപ്പ് സെമിനാർ നടക്കുന്നുണ്ട് കേട്ടോ. എന്താണ് ഫസ്റ്റ് ടൈം ഇൻ കേരള ആണ് കേട്ടോ. കാരണം അത് ജാസ്മിൻ ബ്യൂട്ടി കെയർ പറഞ്ഞ ഒരു വലിയ ടീം നടത്തുന്ന ഒരു ബിഗ്ഗസ്റ്റ് സെമിനാർ തന്നെയാണ് കേട്ടോ. ഇപ്പോൾ നമ്മുടെ കോഴിക്കോട് നിന്നായിട്ടും മലപ്പുറത്തു നിന്നായിട്ടും ഒക്കെ ഒരുപാട് പേര് അവിടെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് പേര് മാത്രമാണ് ട്രെയിൻ ബുക്ക് ചെയ്തിട്ട് കുറച്ച് മുന്നേ തന്നെ ബുക്ക് ചെയ്തിട്ടോ. അപ്പോൾ കുറച്ച് പേര് ബുക്ക് ചെയ്തിട്ട് പോവാണ്. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്. ഇതിനു മുന്നേ ഞാൻ ക്ലാസ് അറ്റൻഡ് ചെയ്തെടുത്ത് നിന്നും എനിക്ക് കിട്ടിയൊരു ഫ്രണ്ടാണ് സജന. അപ്പം അവളാണ് കേട്ടോ എന്നെ ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്തത്. അപ്പം ഇത് നടത്തുന്നത് അൻസാർ എന്ന ഒരു വലിയ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. അവർ ഓർഗനൈസ് ചെയ്തിട്ടുള്ള പ്രോഗ്രാമാണ് കേട്ടോ. അപ്പോൾ നമ്മളിതാ അവിടെ എത്തിയിട്ടോ, കൊച്ചിയിൽ അവിടെ ട്രെയിൻ ഇറങ്ങിയിട്ടുണ്ട്. ഇനി അവിടെ നിന്ന് കുറച്ച് അങ്ങോട്ട് പോകണം. അവിടെ കോഴിക്കോടുള്ള റേഡിഷൻ ബ്ലൂ ഹോട്ടലാണ് കൊച്ചി. അവിടെ വെച്ചിട്ടാണ് കേട്ടോ പ്രോഗ്രാം നടക്കുന്നത്. അപ്പോൾ അവിടേക്ക് നമ്മൾ ഓട്ടോയിലാണ് പോകുന്നത്. അവിടെയൊക്കെ ഓട്ടോക്ക് ചാർജ് എന്ന് പറയുന്നത് ഭയങ്കര, നമ്മൾ അറിയാത്തവരൊക്കെ വന്നിട്ട് അവിടെ ഓട്ടോ വിളിച്ച് പോകുമെന്ന് പറഞ്ഞാൽ ഭയങ്കര നഷ്ടമാണ് കേട്ടോ. കാരണം നമ്മൾ മുന്നേ പോയവർക്ക് 200 നമുക്ക് 150 അങ്ങനെയാണ് കേട്ടോ അവിടെ ഓട്ടോക്കൊക്കെ ചാർജ് ആക്കിയത്. അങ്ങനെ നമ്മളിത് അവിടെ എത്തിയിട്ടോ. നമ്മളെ ബ്ലൂ ഹോട്ടലാണ് കൊച്ചിയിൽ, റെഡീഷൻ ബ്ലൂ ഹോട്ടലാണ് കൊച്ചിയിൽ. അവിടെ വെച്ചിട്ടാണ് കേട്ടോ പ്രോഗ്രാം അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിടെ മുകളിൽ ചെന്ന് നോക്കുമ്പം നമ്മൾ അറിയുന്ന ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ഒരുപാട് മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അവരെയൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഒരു ഭയങ്കര ഒരു സന്തോഷം. കാരണം ഞാൻ ക്ലാസ്സിന് പോയിട്ടുണ്ടെങ്കിലും ഇതുപോലെയുള്ളൊരു ഇതിൽ പങ്കെടുക്കുന്നത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടിയിട്ടുള്ള ടീ കോഫിയൊക്കെ അവർ തന്നെ അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ അതൊക്കെ കൊണ്ട് നമ്മൾ അവിടെ നമുക്ക് ഓരോരുത്തർക്ക് സീറ്റായിരുന്നു. നമ്മൾ ബുക്കിങ്ങിനനുസരിച്ചാണ് കേട്ടോ അവിടെ സീറ്റ് അറേഞ്ച്മെൻ്റ് ഒക്കെ ചെയ്തത്. അപ്പം ഇങ്ങനെയൊക്കെയാണ് അവിടെ സീറ്റ് അറേഞ്ച് ചെയ്തത്. അഹമ്മദാബാദില് ഒരു റെന്റൽ ഷോപ്പിലാണ് സലോൺ സ്റ്റാർട്ട് ചെയ്തത്. അന്ന് മുതലുള്ള അധ്വാനം കൊണ്ടാണ് ഇപ്പോ ഇത്രയും ലെവലിൽ വന്ന് നിൽക്കുന്നത്. അപ്പോ നല്ലൊരു കൈയ്യടി കൊടുക്കാം. ലെറ്റ്സ് വെൽക്കം ഹർ. നെക്സ്റ്റ് റീച്ച ഡാവിയ മാം. സോ 9ാമത്തെ വയസ്സിൽ ചെറിയ കുട്ടിയാകുമ്പോൾ മുതൽ മേക്കപ്പ് തുടങ്ങിയതാണ്. ഇതുവരെ ഒരു 18,000 മേക്കപ്പെങ്കിലും ചെയ്തിട്ടുണ്ട്. പിന്നെ 2004-ലും 2005-ലും 2 ലിംക ബുക്ക് ഓഫ് അവാർഡിന്റെ ടൈറ്റിൽ വിന്നർ കൂടിയാണ്. ഒന്ന് ബ്ലൈൻഡ് ഫോൾഡ് മേക്കപ്പ്, ഇറ്റ്സ് നോട്ട് ഈസി. ബ്ലൈൻഡ് ഫോൾഡ് മേക്കപ്പും പിന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ മേക്കപ്പ് ആർട്ടിസ്റ്റിനെ കൂടെ ടൈറ്റിൽ വിന്നറാണ് റിച്ച ഡാവിയ മാം. നല്ലൊരു കൈയ്യടി കൊടുക്കാം. ഇന്ത്യൻ ജോർജി കോട്ട് എന്നറിയപ്പെടുന്നതാണ് പ്രാർത്ഥി ഡാവിയ മാം. അത്രയും എഫേർട്ട്ലെസ് ആയിട്ടാണ് അവരുടെ മാജിക് ഹെയർ സ്റ്റൈലിംഗിൽ അവർ കാണിക്കുന്നത്. അവരുടെ ആ ഒരു മാജിക് നമുക്ക് ഇന്ന് കാണാൻ പറ്റും. സോ ഐ വാസ് എക്സൈറ്റഡ് ഫോർ ദാറ്റ്. നല്ലൊരു കൈയ്യടി. പിന്നെ ഉള്ളത് ഹർഷ് ദാവി സർ. സർ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്. സർ ഈ ഒരു ടീമിനെ ഹോൾഡ് ചെയ്ത് കൊണ്ടുവന്ന വലിയൊരു കണ്ണി തന്നെയാണ്. സോ നല്ലൊരു കൈയ്യടി കൊടുക്കുക സാറിന്. ഈ ചെറിയ ചെറിയ ടിപ്സ് ആണ് ഏറ്റവും അധികം ഡിഫറൻസ് ഉണ്ടാക്കുന്നത് മേക്കപ്പിൽ. This is the Catherine Hill palette. Catherine Hill palette. And the name is Los Angeles. Right? Yes. Very nice palette. This is the orange color. Orange color है. നമുക്ക് 10 മണിക്ക് ക്ലാസ് പറഞ്ഞിരുന്നു. പക്ഷേ 11 മണിയായിരുന്നു സ്റ്റാർട്ട് ചെയ്യാൻ തന്നെ. അതുകൊണ്ട് തന്നെ ഒരു ഹെയർ സ്റ്റൈലും ഒരു മേക്കപ്പ് ലുക്കുമാണ് കേട്ടോ കാണിച്ചത്. പിന്നെ ഫുഡിൻ്റെ ടൈം ആയപ്പോൾ തന്നെ 2-2:30 ആയിരുന്നു. ബുഫേ ടൈപ്പിലായിരുന്നു കേട്ടോ ഫുഡൊക്കെ അറേഞ്ച് ചെയ്തിരുന്നത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. ഞാൻ ഡെസേർട്ടായിട്ട് ഐസ്ക്രീമും പായസമായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഐസ്ക്രീമൊക്കെ എടുത്ത് കഴിച്ചു.
പിന്നെ നമ്മൾ മുകളിൽ എന്താണ് സമയത്ത് നമുക്കവിടെ ഒരുപാട് പ്രൊഡക്റ്റുകൾ അവിടെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഡിസ്കൗണ്ട് റേറ്റിനായിട്ട് അവിടെ മേടിക്കാൻ കിട്ടും. അപ്പോൾ അവർ പരിചയപ്പെടുത്തി തന്നിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് അതൊക്കെ. Light brown color, then dark brown color, and then last we have Karangi blend, which is like out. Into the center, she's taking light pink in a color, light pink in a shade from P. Louis. As you can see, halka sa പിന്നെ സെക്കൻഡ് മേക്കപ്പ് ലുക്ക് നമുക്ക് ലഞ്ച് ബ്രേക്കിന് ശേഷമാണ് കേട്ടോ കാണിച്ചത്. അങ്ങനെ സെക്കൻഡ് ഒരു ക്രിസ്ത്യൻ ബ്രൈഡൽ മേക്കപ്പ് അല്ലെങ്കിൽ ഒരു പാർട്ടി, ഒരു സംഗീത്, ആ ഒരു ടൈപ്പിൽ ഒക്കെ നമുക്ക് കൊടുക്കുന്ന ഒരു മേക്കപ്പായിരുന്നു. നമുക്ക് 5 മണി വരെ ആയിരുന്നു ക്ലാസ് പറഞ്ഞത്. പക്ഷേ സ്റ്റാർട്ട് ചെയ്യാൻ തന്നെ 11 ആ ടൈം ആയപ്പോൾ തന്നെ ക്ലാസ് കഴിയാനൊരു 6 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ആ ടൈം ആയപ്പോൾ തന്നെ നമുക്ക് ഈവനിങ് ആയിട്ടുള്ള കോഫി, ടീ ഒക്കെ അവിടെ തന്നെ അവർ അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് അടിപൊളിയായിട്ട് ക്ലാസ്സൊക്കെ തന്നിട്ടുണ്ട്. ഇതാണ് കേട്ടോ നമുക്ക് ഫസ്റ്റ് തന്നെ കാണിച്ചു തരുന്ന ഒരു നോർത്ത് ഇന്ത്യ ആ ടൈപ്പിലുള്ള ഒരു മേക്കപ്പും ഹെയർ സ്റ്റൈലും. ഭയങ്കര നീറ്റായിട്ടുള്ള ഒരു മേക്കപ്പും ഹെയർ സ്റ്റൈലാണ് കേട്ടോ അവിടെ കാണിച്ചു തന്നത്. ഭയങ്കര നമ്മൾ ആ സ്ക്രീനിൽ കാണുന്ന പോലെയല്ല, അടുത്ത് ചെന്ന് നമ്മൾ നേരിട്ട് നോക്കുമ്പോൾ ആ ഒരു ഫേസിൽ എന്താണ് ചെയ്തതെന്ന് നമുക്ക് അറിയാൻ കഴിയില്ല. കാരണം അത്രയും എന്താണ് ഒന്നും ഓവറല്ലാതെ ആ ഒരു നാച്ചുറൽ ലുക്കിലേക്കാണ് അവർ ആ ഒരു മേക്കപ്പിനെ കൊണ്ടുവന്നത്. അതൊരു ഭയങ്കര ഒരു കൈവന്നാണ്. അതുപോലെ തന്നെയാണ് ഹെയറും. പിന്നെ സെക്കൻഡ് ലുക്ക് ഒരു സിമ്പിളായിട്ടുള്ള ഒരു ലുക്കായിരുന്നു. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്കിന്നായിരുന്നു. ആ ഡിഫറെൻറ്റ് ടൈപ്പ് സ്കിന്നും ഒരു 2 ടൈപ്പ് ഹെയർ സ്റ്റൈലും നമുക്ക് അവിടെ കാണിച്ചു തന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് അവിടുന്ന് നേരെ ഇറങ്ങി. ഇപ്പോൾ സമയം 6 മണിയാണ്. നമുക്ക് 6:45 തിരിച്ച് പോകാനുള്ള വന്ദേ ഭാരത് ട്രെയിനൊക്കെ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ബുക്ക് ചെയ്ത ട്രെയിൻ 6:45. അപ്പം ഈ ഒരു ടൈം പറഞ്ഞാൽ ഭയങ്കര ട്രാഫിക് ബ്ലോക്കാണ്. രാവിലെ അതുപോലെ തന്നെ ഭയങ്കര ബ്ലോക്ക് തന്നെ ആയിരുന്നു. കാരണം രാവിലെ ആ ടൈമിന് ജോലിക്ക് വരുന്ന ഒരുപാട് പേര് നമ്മൾ കോഴിക്കോട് നിന്നായിട്ടും ഒക്കെ ഉണ്ട്. ആ ഒരു ടൈം ഭയങ്കര തിരക്കുള്ള സമയമായിരുന്നു. അതുപോലെ തന്നെ വൈകുന്നേരം. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ഓട്ടോയിൽ വന്നിട്ട് നമുക്ക് എന്താ പറയുക ഭയങ്കര നഷ്ടമായിരുന്നു. അപ്പോൾ തിരിച്ചു പോകാൻ അവിടെ തന്നെ മെട്രോ ഉണ്ട്. ആ മെട്രോയിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അവിടെ എത്താമെന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ മെട്രോയിൽ കയറാമെന്ന് വിചാരിച്ചിട്ടും അവിടെ പോയി. ഫസ്റ്റ് ടൈമാണ് കേട്ടോ മെട്രോയിൽ കയറുന്നത്. Catch a glimpse of me. Don't you worry, it's okay to take a peek. See the magic words now, pretty please. Yeah, you try to hide it, and you've gotten curious. So let your feelings out, stop playing dumb. 'Cause you know I am the fire, I got a feeling. Wanna come a little closer? അങ്ങനെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചതാ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. മെട്രോ അവിടെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് അവിടെ എത്തി. നമുക്ക് ട്രെയിന് മിസ്സായിട്ടില്ല. നമ്മൾ തിരിച്ച് ആ ഓട്ടോയിൽ തന്നെ ആണെന്നുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് ട്രെയിൻ മിസ്സാവുമായിരുന്നു. കാരണം അങ്ങനെയും ബ്ലോക്കുള്ളൊരു ടൈമായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ട്രെയിനിൽ ഫുഡൊക്കെ അവിടെ തന്നെ വാങ്ങിച്ച് ഫുഡൊക്കെ കഴിച്ചു. കാരണം നമ്മൾ നാട്ടിലെത്താൻ ഒരു 9:45 10 മണി എന്തായാലും ആവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടുന്ന് കുഴപ്പമില്ലാത്ത ഫുഡൊക്കെ ആയിരുന്നു കേട്ടോ. അതുപോലെ തന്നെ യോഗട്ടും ഐസ്ക്രീമും ഒക്കെ തന്നെ ആ ഒരു മെനുവിലുണ്ടായിരുന്നു. പിന്നെ നമ്മളിതാ അവിടെ
കാലിക്കറ്റ് എത്തിയിട്ടുണ്ട്. അവിടുന്ന് ഇനി ഓരോരുത്തരുടെ ഓരോ ഭാഗത്തേക്ക് പോവാണ്. അപ്പം എല്ലാവരും ഞാൻ നന്നായിട്ട് തന്നെ മിസ് ചെയ്യും. കാരണം നമ്മൾ പോകുന്നതും വന്നതും ഒരു ഭയങ്കര ഒരു എൻജോയ് ചെയ്തിട്ടായിരുന്നു കേട്ടോ.